ഒക്കെ എന്തും സംഭവിക്കാം. ഈ ആധുനിക ശാസ്ത്രം വെച്ചുകൊണ്ട് ഈ ലോകത്തോട് സംസാരിക്കാൻ, ആധുനികതയോട് സംസാരിക്കാൻ ഈ മൻഹജിലുള്ള മഹത്തായ സമസ്തയുടെ ഈ ദർശനത്തിനല്ലേ സാധിക്കുകയുള്ളൂ. ആധികാരികമായിട്ട് ചോദിക്കുമ്പോൾ അതിൽ വലിപ്പത്തരം വന്നു പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. പക്ഷേ നോക്കൂ, ഇവിടെയുള്ള മുജാഹിദ്, സലഫി, ജമാഅത്തെ വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന ആശയം സമൂഹത്തോട് പറയാൻ ധൈര്യമുണ്ടാകുമോ? ഈ പറയുന്ന ആശയം അഹ്ലുസുന്നയുടെ ആശയമല്ലേ? ആയിരക്കണക്കിന് മൈലുകൾക്കകലെയുള്ള സാരിയയോട് മദീനയിലെ മിമ്പറിൽ നിന്ന് നഹാവന്തിൽ കിടക്കുന്ന സേനാ നായകനോട് സാരിയ സാരിയ അൽ ജബൽ എന്ന് പറയാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ, ഞാൻ അവസാനിപ്പിക്കുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യന്മാർക്ക് ഹാജരാകാൻ കഴിയുമെന്നാണ് പുതിയ സയൻസിൻ്റെ തനാട്ടോളജി പഠനങ്ങൾ പറയുന്നത്. ഒന്നും എൻ്റെ വക ആവേശത്തിന് പറയുകയല്ല. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ശാഖ തന്നെയുണ്ട്. സക്കറാത്തിൻ്റെ സയൻസ് എന്ന് പറയാം. ആലോചിക്കണം, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ നേരത്തെ മരണപ്പെട്ടു പോയവരെ കാണുന്നുണ്ട്, മിണ്ടുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതേ സംബന്ധിക്കുന്ന പഠനങ്ങളും പുസ്തകങ്ങളും പെരുകി വരുന്നു, ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളായി മാറുന്നു. ആർക്ക് നിഷേധിക്കാൻ കഴിയും? നമ്മുടെ ഉലമാഇന്റെ മൻഹജ് എത്ര കൃത്യമായിരുന്നു. 10-15 കൊല്ലം മുമ്പ് പോലും കേരളത്തിൽ നടന്ന വലിയൊരു ഉസ്താദന്മാരെ കൊച്ചാക്കുന്ന ഒരു വിവാദം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കൊക്കെ വന്നപാടെ യൂത്തനേഷ്യ ദയാവത് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന ഡോക്ടേഴ്സ് വിധി പറഞ്ഞ ആളുകളെ മരിക്കാൻ വിട്ടുകൊടുക്കുക, മേഴ്സി കില്ലിംഗ്. ഈ മേഴ്സി കില്ലിംഗ് നടത്താൻ പറ്റുമോ ഇല്ലേ ഒരു മസാല ചർച്ച അന്ന് കേരളത്തിലുണ്ടായിരുന്നു. ഏതായാലും തിരിച്ചു വരൂല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ക്ലിനിക്കലി ഡെഡ് എന്ന് പറയും, കോമെ, തലച്ചോറ് മരിച്ചുപോയി. ഇങ്ങനെയുള്ള ആളുകളെ അവർ വെന്റിലേഷൻ്റെ സഹായത്തോടെയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അവരെ ഇനിയും ഇവിടെ വെച്ചാൽ ഗവൺമെൻറ്റിന് ചെലവാണ്, ആശുപത്രിക്ക് ചെലവാണ്, കുടുംബത്തിന് ബാധ്യതയാണ്. അവർക്കും ഒരു സെൻസില്ല. അതുകൊണ്ട് അവരെ മരിക്കാൻ വിടലല്ലേ നല്ലത്. അന്നിവിടെയുള്ള ഒരുവിധം എല്ലാ പുരോഗമന മുസ്ലിം വിഭാഗങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തു, ഫത്വ കൊടുത്തു. എന്തിനാണ് അവരെ വെച്ചേക്കുന്നത്? പക്ഷേ അന്ന് സൂക്ഷ്മതയുള്ള ഉലമാക്കൾ പറഞ്ഞു, ജീവിതം കൊടുത്തത് അള്ളാഹു ആണെങ്കിൽ ജീവിതം എടുക്കാനും അതിൻ്റെ വഴി ഉണ്ടാക്കി കൊടുക്കാനും അള്ളാഹുവിനെ അധികാരമുള്ളൂ, നമുക്കതിൽ ദഖലില്ല. ഞാനിത് ഓർക്കാൻ കാരണം, കോമേ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്ന ആയിരങ്ങളോട് അവരുടെ അനുഭവം ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പുസ്തകങ്ങൾ മുഴുവനും രചിക്കപ്പെട്ടത്. ആ പുസ്തകം എഴുതിയത് ഒരാൾ പോലും ഈ പറയുന്ന നമ്മുടെ വിശ്വാസമുള്ളവരല്ല, ന്യൂട്രലായി വിഷയം സമീപിക്കുന്നവരാണ്. കോമാ സ്റ്റേജിൽ കിടന്നിട്ട് ദയാവധം അർഹിച്ചിരുന്ന സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്നു. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ആരെ വഴിയാ ശരിയായത്? അതായത് തൽക്കാലമല്ല പ്രധാനം, പിൽക്കാലമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അപ്പപ്പോൾ ഉള്ള ആവേശമല്ല, എന്നും ഉണ്ടാവേണ്ട ആവശ്യങ്ങളാണ് പ്രധാനം എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മജ്ഞാനികളായ ഉലമാഇന്റെ വഴിയാണ് എന്നും ബാക്കിയാവുക, അതാണ് എന്നും ജയിക്കുക. ചില ചെറുപ്പക്കാരും വിദ്യാഭ്യാസമുള്ളവരുമൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കും, ഈ ഉസ്താദന്മാരെത്ര പഴകിയ സിദ്ധാന്തങ്ങളാണ് പറയുന്നത്, ഇത് വെച്ച് പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയോ? ഈ ഫിഖ്ഹൊക്കെ പരിഷ്കരിക്കേണ്ടതില്ലേ? എന്താണ് ഭൗതികവാദികൾ പറയുന്നത് അതേപോലെ പറയുന്ന മുസ്ലിം വിഭാഗക്കാർ, അങ്ങനെ ഇസ്ലാമിനെ വായിക്കുന്ന മീഡിയ പ്രതിനിധികൾ. നേരത്തെ ഇവിടെ ഹമീദ് ഫൈസി ഉസ്താദ് സൂചിപ്പിച്ച ആ സംഭവം, സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട ആ ചോദ്യം നോക്കൂ, അതിൻ്റെ മറുപടിയും വിഷയവും ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ എന്താ വന്നത്? കുട്ടിക്ക് അവകാശമില്ലേ എന്നാണ്. വ്യക്തിയുടെ അവകാശമല്ലേ പള്ളിയിൽ പോകൽ? അള്ളാഹുവിനോട്, സൃഷ്ടാവിനോട് സൃഷ്ടിക്കില്ലാത്ത സാധനത്തിൻ്റെ പേരാണ് അവകാശം. അപ്പം വ്യക്തിക്ക് അവകാശമുണ്ട്, നിന്റെ അവകാശമാണ്, നമ്മുടെ അവകാശമാണ് ഇതും അതും മറ്റതും മറിച്ചതും എന്ന് പറയുന്ന ആ ജനാധിപത്യ സംവിധാനക്രമത്തിലുള്ള ആ ഭാഷയാണ്, ആ തത്വമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ എവിടെ പോകണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയാറുണ്ടല്ലോ കുട്ടികൾ. എൻ്റെ ശരീരം എൻ്റെതാണ്,
മൈ ബോഡി ഈസ് മൈ ചോയ്സ്, ലൈഫ് ഈസ് മൈ ചോയ്സ്, ഹെൽത്ത് ഈസ് മൈ ചോയ്സ്, നിങ്ങളാരും അതിൽ ഇടപെടണ്ട എന്ന് പറയുന്ന ആ വ്യക്തി സ്വാതന്ത്ര്യവാദത്തിൻ്റെ അതേ കണ്ണിൽ മുസ്ലിം സംസ്കാരങ്ങളെ അവതരിപ്പിക്കുന്നു, പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ആ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട പ്രമാണങ്ങളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വഴികളെന്ന് മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ വഴിയെ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്തിനെ നയിച്ച ഈ വഴിയെ അതിനെ നിസ്സാരപ്പെടുത്തുന്നു, അതിനെ ചെറുതാക്കുന്നു.